ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ജൂലൈ 6-ാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ്. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനം. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനമാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത്. ജൂലൈ 6-ാം തീയതിയാണ് 2024 അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനമായി ആചരിക്കുന്നത് ജൂലൈ 6-ാം തീയതിയാണ് ആചരിക്കുന്നത്. അടുത്തായി അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ പ്രസക്തി നമുക്കൊന്ന് പരിശോധിക്കാം. ലോകമെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ സാമ്പത്തിക മേഖലയിലും ഭാവിക്കും നൽകുന്ന സംഭാവനകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈയിൽ ആദ്യ ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനമായി ആചരിക്കുന്നു. ശ്രദ്ധിക്കുക, ജൂലൈ 6 എന്നത് ഒരു ഫിക്സഡ് തീയതി അല്ല. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് അന്താരാഷ്ട്ര സഹകരണ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇനി 2024 അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ പ്രമേയം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കോർപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ. കോർപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നതാണ് അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ 2024 പ്രമേയം. അടുത്തായി കേരളവുമായി ബന്ധപ്പെട്ട ഒരു ആനുകാലിക വസ്തു നമുക്ക് പരിശോധിച്ച് നോക്കാം. ഓണവില്ലിന് ട്രേഡ് മാർക്ക് ലഭിച്ചു. തിരുവിതാംകൂർ രാജവംശവുമായും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ളതാണ് ഓണവില്ല്. ഓണവില്ലിന് 2024 ജൂലൈയിലാണ് ട്രേഡ് മാർക്ക് ലഭിക്കുന്നത്. അടുത്തായി ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വസ്തു നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024 ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് 2024 ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് കെ സ്റ്റാമറാണ്. 2024 ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലേബർ പാർട്ടിയാണ് ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ 2024 ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു മലയാളി മത്സരിച്ച് വിജയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സോജൻ ജോസഫ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച മലയാളി സോജൻ ജോസഫ്. ബ്രിട്ടീഷ് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ധനകാര്യമന്ത്രിയെ സമ്മാനിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റേച്ചൽ റീവ്സ് ആണ് ബ്രിട്ടീഷ് ചരിത്രത്തിൽ ആദ്യമായി വനിതാ ധനകാര്യ മന്ത്രിയായി നിയമിതയാകുന്നത്. റേച്ചൽ റീവ്സ്. മറ്റൊരു നിയമനവുമായി ബന്ധപ്പെട്ട വസ്തുത കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024 ബിംസ്റ്റെക് ഡയറക്ടറായി നിയമിതനായത് ആര്? പ്രശാന്ത് ചന്ദ്രൻ എന്ന മലയാളിയാണ് 2024 ബിംസ്റ്റെക് ഡയറക്ടറായി നിയമിതനായത്. ബിംസ്റ്റെക് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോർപ്പറേഷൻ എന്നാണ് ബിംസ്റ്റെക്കിന്റെ പൂർണ്ണനാമം. ബിംസ്റ്റെക് സ്ഥാപിതമായത് 1997 ബിംസ്റ്റെക് സ്ഥാപിതമാവുന്നത്. ബിംസ്റ്റെക്കിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് പ്രശാന്ത് ചന്ദ്രൻ. ഓക്കെ, അടുത്ത നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2024 ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സ്പോക്ക് പേഴ്സൺ ആയി നിയമിതനായത് ധീരേന്ദ്ര ഓജയാണ് 2024 ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സ്പോക്ക് പേഴ്സൺ ആയി നിയമിതനായത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലും ധീരേന്ദ്ര ഓജ തന്നെയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം. അടുത്തതായി നമുക്കൊരു കൃതിയുമായി ബന്ധപ്പെട്ട വസ്തുത പരിശോധിച്ച് നോക്കാം. മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്ന കൃതി രചിച്ചത് ആര്? പീയൂഷ് പാണ്ഡെയാണ് മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്ന കൃതി രചിച്ചത്. മനോജ് ബാജ്പേയി നാഷണൽ അവാർഡ് ജേതാവായ ഒരു മികച്ച നടനാണ് മനോജ് ബാജ്പേയി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കി മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്ന കൃതി രചിച്ചത് പീയൂഷ് പാണ്ഡെയാണ് ഈ കൃതി രചിച്ചത്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വസ്തുതയാണ് ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ ശിവപ്രസാദ് ആണ് ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചത്.
അടുത്തായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2024 41,000 വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് എവിടെ? 41,000 വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് ആന്ധ്രാപ്രദേശിലായിരുന്നു. ആന്ധ്രാപ്രദേശിലാണ് 41,000 വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത്. അടുത്തായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നമുക്ക് പരിശോധിച്ച് നോക്കാം. ഗ്ലോബൽ പ്രോജക്ട് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്ക്, ഗ്ലോബൽ പ്രോജക്ട് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്കാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗ്ലോബൽ പ്രോജക്ട് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്ക്. RBIയുടെ ആസ്ഥാനം നമുക്കറിയാം, മുംബൈ ആണ് RBIയുടെ ആസ്ഥാനം. അതുപോലെ 1935 RBI സ്ഥാപിതമായത്. RBI സ്ഥാപിതമായത് 1935 1949 RBI ദേശസാൽക്കരിക്കുന്നത്. 1949 RBI ദേശസാൽക്കരിക്കുന്നത്. 1935 സ്ഥാപിതമായ RBI ദേശസാൽക്കരിക്കുന്നത് 1949. നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് പരിശോധിക്കാം. ITPOയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രദീപ് സിംഗ് ഖരോല. പ്രദീപ് സിംഗ് ഖരോലയാണ് ITPOയുടെ ഡയറക്ടർ ജനറൽ. എന്താണ് ITPO? ITPOയുടെ പൂർണ്ണനാമം ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ. ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ എന്നതാണ് ITPOയുടെ പൂർണ്ണനാമം. ITPO സ്ഥാപിതമായത് 1977 ITPO സ്ഥാപിതമായത്. ITPO സ്ഥാപിതമായത് 1977 ന്യൂഡൽഹിയാണ് ITPOയുടെയും ആസ്ഥാനം. ITPOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ITPOയുടെ ആസ്ഥാനം. ഈ പ്രദീപ് സിംഗ് ഖരോലയുടെ വാർത്താ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടുകയാണ് ഉണ്ടായത്. പ്രദീപ് സിംഗ് ഖരോലയ്ക്ക് 1 വർഷത്തേക്ക് കൂടി അധിക ചുമതല നൽകുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. ITPOയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രദീപ് സിംഗ് ഖരോലയാണ്. അടുത്തായി നമ്മൾ നോക്കുന്നത് 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക്. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്കാണ് ISI, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ISIയുടെ പൂർണ്ണ രൂപം. ISI, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ISIയുടെ പൂർണ്ണ രൂപം. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ മുദ്രയാണ് ISI, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയ കമ്പനി. ലോകത്തിലെ ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയ കമ്പനി ബജാജ് ആണ് ലോകത്തിലെ ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയത്. എന്താണ് CNGയുടെ പൂർണ്ണനാമം? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നതാണ് CNGയുടെ പൂർണ്ണനാമം. ലോകത്തിലെ ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയത് ബജാജ് ആണ് ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത്. 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത് പ്രഗ്യാൻ റോവർ ആണ് 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത്. ചന്ദ്രയാൻ 3യുടെ റോവറായിരുന്നു പ്രഗ്യാൻ റോവർ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ചന്ദ്രനിലെ ശിവശക്തി പോയിന്റിൽ നിന്നായിരുന്നു ഈ കണ്ടെത്തലുകൾ ലഭിച്ചിരുന്നത്. 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ ലഭ്യമായത് ചന്ദ്രനിലെ ശിവശക്തി പോയിന്റിൽ നിന്നായിരുന്നു. അടുത്തായി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വസ്തു നമുക്ക് പരിശോധിച്ച് നോക്കാം. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്രയാണ്. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത്. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയായ നീരജ് ചോപ്രയാണ് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത്. 28 അംഗങ്ങളുള്ള അത്ലറ്റിക്സ് ടീമിനെയാണ് ഇന്ത്യ ഇത്തവണ പാരീസ് ഒളിമ്പിക്സ് നയിക്കുന്നത്. 28 അംഗങ്ങളാണ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് ടീമിൽ ഉള്ളത്. ഇതിൽ 5 മലയാളി താരങ്ങൾ ഈ അത്ലറ്റിക്സ് ടീമിന്റെ ഭാഗമാണ് എന്നതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. 28 അംഗ ടീമിൽ 5 മലയാളികൾ കൂടിയുണ്ട് എന്ന വസ്തുത കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഓണവില്ലിന് പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഓണവില്ലിന് ട്രേഡ്
ട്രേഡ് മാർക്ക് ലഭിച്ചു. രണ്ടാമതായി നമ്മൾ കണ്ടത് 2024 ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് കെയ്സ് സ്റ്റാമർ ആയിരുന്നു 2024 ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. അതിനുശേഷം നമ്മൾ കണ്ടത് 2024 ബിംസ്റ്റെക് ഡയറക്ടറായി നിയമിതനായത് പ്രശാന്ത് ചന്ദ്രനാണ് 2024 ബിംസ്റ്റെക് ഡയറക്ടറായി നിയമിതനായ മലയാളി. അതുപോലെ തന്നെ 2024 ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സ്പോക്ക് പേഴ്സൺ മുഖ്യ വക്താവായി നിയമിതനായത് ധീരേന്ദ്ര ഓജയാണ് 2024 ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സ്പോക്സ് പേഴ്സൺ ആയി നിയമിതനായത്. അതിനുശേഷം നമ്മൾ 2 പുസ്തകങ്ങളുടെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്ന കൃതി രചിച്ചത് പീയൂഷ് പാണ്ഡെയാണ്. അതുപോലെ തന്നെ ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ ശിവപ്രസാദ് ആണ് ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചത്. അടുത്ത ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. 2024 41,000 വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശിലാണ്. 41,000 വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ പ്രോജക്ട് നെക്സസിൽ ചേർന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്ര ബാങ്ക് ആണ് RBI ആണ് ഗ്ലോബൽ പ്രോജക്ട് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്ക്. അതിനുശേഷം നമ്മൾ കണ്ടത് ITPOയുടെ ഡയറക്ടർ ജനറൽ പ്രദീപ് സിംഗ് ഖരോലയായിരുന്നു ITPOയുടെ ഡയറക്ടർ ജനറൽ. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ആയിരുന്നു ISI. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ആയിരുന്നു ISI. അതിനുശേഷം നമ്മൾ പഠിച്ചത് ലോകത്തിലെ ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയത് ബജാജ് ആണ്. ലോകത്തിലെ ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയത്. അതുപോലെ തന്നെ 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത് പ്രഗ്യാൻ റോവർ ആണെന്ന് നമ്മൾ പഠിച്ചു. പ്രഗ്യാൻ റോവറാണ് 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത്. നമ്മൾ അവസാനമായി പഠിച്ചത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത് ആരാണെന്നായിരുന്നു. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്ര, ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്രയാണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ നയിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, 2024 ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഓപ്ഷൻ എ മോഹൻ യാദവ്, ബി ഹേമന്ത് സോറൻ, സി ഭജൻ ലാൽ ശർമ്മ, ഡി ചമ്പൈ സോറൻ. രണ്ടാമത്തെ ചോദ്യം, 2024 ജൂലൈയിൽ നടന്ന നൊമാഡിക് എലിഫന്റ് സൈനികാഭ്യാസത്തിന്റെ വേദി. 2024 ജൂലൈയിൽ നടന്ന നൊമാഡിക് എലിഫന്റ് എന്ന സൈനികാഭ്യാസത്തിന്റെ വേദി. എ മിസോറാം, ബി ഒഡീഷ, സി മേഘാലയ ആൻഡ് ഡി ആസാം. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ വേദി. 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ്. 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ വേദി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എറണാകുളമാണ്. അതുപോലെ തന്നെ ശാസ്ത്രമേളയ്ക്ക് വേദിയാവുന്നത് ആലപ്പുഴ. രണ്ടാമത്തെ ചോദ്യം, ICC T20 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ഓൾറൗണ്ടർ. ICC T20 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ഓൾറൗണ്ടർ. അതിൻ്റെ ആൻസർ ഹർദിക് പാണ്ഡ്യയാണ് ICC T20 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ഓൾറൗണ്ടർ. ഇന്ന് നമ്മൾ പഠിച്ചത് ജൂലൈ 6 ആനുകാലിക സംഭവങ്ങളാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി.